കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഫത്തീറയാണ് കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊറോട്ടയും അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ. പൊറോട്ടയുടെ മാവ് പോലെ തന്നെയാണ് ഇതിൻ്റെ മാവ് ഏകദേശം റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. ഞാനിന്ന് ചിക്കൻ്റെ ഫില്ലിംഗാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവം തന്നെയാണ്. നമുക്ക് രാത്രിയിലും രാവിലെയും ഉച്ചക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാം. അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള അരക്കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സിർക്ക, അതായത് വിനാഗിരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വെക്കുമ്പോഴേക്കും നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇളക്കി നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.25 കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഇത്രയും മൈദ വെച്ചിട്ടൊരു 6-7 ഫത്തീറയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ 1.25 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മൈദയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലോ യൂസ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലും പഞ്ചസാരയും ഉപ്പൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കാം. മൈദ കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി മൈദ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ കൂടി മൈദ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ മാവ് നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം മുകളിൽ കുറച്ച് 1 ടീസ്പൂൺ വരെ ഓയിൽ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ടൊരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 3 മണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കുറഞ്ഞത് 2 മണിക്കൂർ എന്തായാലും വെച്ചിരിക്കണം. നമ്മുടെ പൊറോട്ടയുടെ മാവ് പോലെ തന്നെ കുഴച്ച് വെച്ച് അതൊന്ന് സെറ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ചിക്കൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. ഇതിൽ ഉപ്പും കുരുമുളകും മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്ത ഏകദേശം 150 ഗ്രാമോളം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേറെ ഒന്നും ചേർക്കണ്ട. ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. 1.25 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇത്രയും ചേർക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫില്ലിംഗ് ആണോ ഇഷ്ടം അതൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം.
ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് റെഡി ആയിട്ടുണ്ട്. മാവ് നമ്മളിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, നല്ല വലിഞ്ഞു വരുന്നുണ്ട്. റബ്ബർ പോലെ ഇങ്ങനെ വലിഞ്ഞു വരും. ഈ ഒരു പാകത്തിലായിട്ട് കിട്ടണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പൊറോട്ട ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിത് ബൗളിൽ നിന്ന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഞാൻ ഏകദേശം ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്രയും വലുപ്പത്തിലുള്ള ഉരുളയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു മാവ് വെച്ചിട്ട് നമുക്ക് 6-7 പൊറോട്ടയാണ് ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ ഓരോ ഉരുളയും ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കണ്ടില്ലേ, 7 ഉരുളയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും മാവ് വെച്ചിട്ട്. അപ്പോൾ ഈ ഉരുള ഓരോന്നും എടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ 1-2 ടീസ്പൂൺ ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ പരത്തുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് വളരെ നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. പൊടിയിട്ട് പരത്തിയാൽ നമുക്ക് വളരെ നേരിയതാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഉരുള വെച്ചിട്ട് നല്ല നേരിയതുപോലെ നമുക്ക് എത്രയും നേരിയതാക്കി എടുക്കാൻ പറ്റുന്നു അത്രയും നേരിയതാക്കിയിട്ട് പരത്തിയെടുക്കാം. ഈ ഒരു ഫത്തീറയുടെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ചെറിയ ഫത്തീറ മതിയെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് നേരിയതായിട്ട് പരത്തിയിട്ടുണ്ടാക്കിയാൽ മതി. അതുപോലെ തന്നെ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് കൊടുക്കാം. ചീസ് വെച്ച് കൊടുക്കാം, അതുപോലെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഫില്ലിങ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയും 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഇതാദ്യം നമുക്കിതുപോലെ 2 സൈഡിൽ നിന്നൊന്ന് മടക്കി കൊടുക്കാം. നമ്മൾ സാധാരണ ബോക്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ്. എന്നിട്ട് മറ്റേ വശവും കൂടി 2 സൈഡും ഇതുപോലെ മടക്കി വെക്കാം. കുറേ അങ്ങ് ഒട്ടിച്ചെടുക്കണം എന്നൊന്നുമില്ല. നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ അതങ്ങനെ ഒട്ടി നിന്നോളും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു ഫത്തീറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് എത്രയും നേരിയതായിട്ട് പരത്താൻ പറ്റുന്നു അത്രയും നേരിയതായിട്ട് പരത്തിയെടുക്കുക. അതേപോലെ തന്നെ ചീസ്, മൊസറല്ല ചീസും അല്ലെങ്കിൽ ചെഡാർ ചീസ്, പനീർ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിന്ന് സാധാരണ രീതിയിലുള്ള ഒരു മസാല മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ഫത്തീറയും റെഡിയാക്കി എടുക്കാം. ഞാനൊക്കെ റെഡിയാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതുപോലെ അട്ടിയിൽ വെച്ചാലും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ, താഴെ മുകളിലായിട്ട് വെച്ചാലും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് തവ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 2-3 ടീസ്പൂൺ ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഓയിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂണോളം, അതായത് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യും ഉപയോഗിക്കാം. നെയ്യാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓയിലിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആദ്യം വെക്കുന്നത് നമ്മൾ മടക്കിയ ഭാഗമായിരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മടക്കിയ ഭാഗമായിരുന്നു ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓരോ സമയം തിരിച്ചിടുമ്പോഴും ഇതിങ്ങനെ നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഫത്തീർ ഒന്നുകൂടി നല്ല നേരിയതായിട്ടും ക്രിസ്പി ആയിട്ടും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ പ്രാവശ്യം തിരിച്ചിടുന്തോറും ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. കുറച്ചൊരു പകുതി ഭാഗമൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ബലം കൊടുത്തിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്യാം. ആ സമയത്തും നല്ല നേരിയതായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓയിൽ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഈ ഒരു ഫത്തീറ വേവാൻ വേണ്ടിയിട്ട് മാക്സിമം 2 മിനിറ്റ് സമയം മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കുഴിയുള്ള വലിയ തവ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3-4 എണ്ണമൊക്കെ ഒരുമിച്ച് ചുട്ടെടുക്കാനും സാധിക്കും. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ വെച്ചുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഇത് 2 സൈഡും ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് പറ്റുന്നത്രയും നേരിയതാക്കി നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫത്തീറ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ ഒട്ടും എണ്ണയില്ലാതെയും ഇത് ചുട്ടെടുക്കാം കേട്ടോ. ചില ആളുകൾക്ക് കുറേ എണ്ണയിൽ ചുട്ടെടുക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എണ്ണയില്ലാതെയും ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ആ എണ്ണയിൽ മൊരിഞ്ഞ പോലെ അത്രയും മൊരിഞ്ഞ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും, നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും.
അപ്പോൾ നമ്മൾ എണ്ണയിൽ മൊരിച്ചെടുത്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണല്ലോ, അതുണ്ടാവില്ല എന്ന് മാത്രം. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം എണ്ണയില്ലാതെ ഇങ്ങനെ ചുട്ടെടുക്കുന്നതാവും നല്ലത്. കാരണം എണ്ണ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ എണ്ണയില്ലാതെയും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്ന പോലും ഉണ്ട് എണ്ണയില്ലെങ്കിൽ പോലും. അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫത്തിയറൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 7 ഉരുള ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഫില്ലിങ് 6 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് 6 ആയിപ്പോയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ രുചിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റൊട്ടിയാണ്. നല്ല ചിക്കൻ ഫില്ലിങ്ങും പിന്നെ പൊറോട്ടയുടെ അതേ രുചിയിലുള്ള നമ്മുടെ ഈ ഒരു റൊട്ടിയൊക്കെ കൂടെയായിട്ട് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചീസും കൂടി യൂസ് ചെയ്തോളൂ, സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക്